ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 15. അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകൾ ഉണ്ടാക്കി ദൈവത്തിന്റെ പെട്ടകത്തിനും സമാധാനങ്ങൾക്കുമായി ഓരോ സ്ഥലം ഒരുക്കി അതിനൊരു കൂടാരവും അടിച്ചു. അന്ന് ദാവീദ് പെട്ടകവും അതിൻ്റെ സാധനങ്ങളും വഹിപ്പാൻ ലേവ്യരോട് പറഞ്ഞു, ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേവ്യരെയല്ലോ എന്ന് പറഞ്ഞു. ദാവീദ് ദൈവത്തിന്റെ പെട്ടകം താൻ അതിന് ഒരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രായേലിനെയും യെരൂശലേമിൽ വരുത്തി. ദാവീദ് അഹ്റോന്റെ പുത്രന്മാരെയും ലേവ്യരെയും വരുത്തി. കൊഹാത്യരിൽ പ്രധാനിയായ ഊരിയേലിനെയും അവൻ്റെ സഹോദരന്മായ 120 പേരെയും, മെരാര്യരിലും പ്രധാനിയായ അസായായെയും അവൻ്റെ സഹോദരന്മാരായ 220 പേരെയും, ഗേർശോമ്യരിൽ പ്രധാനിയായ യോവേലിനെയും അവൻ്റെ സഹോദരന്മാരായ 130 പേരെയും, എലീസാഫാന്യരിൽ പ്രധാനിയായ ശെമയായെയും അവൻ്റെ സഹോദരന്മാരായ 200 പേരെയും, ഹെബ്രോന്യരിൽ പ്രധാനിയായ ഏലിയേലിനെയും അവൻ്റെ സഹോദരന്മാരായ 80 പേരെയും, ഉസിയേലിൽ പ്രധാനിയായ അമ്മീനാദാബിനെയും അവൻ്റെ സഹോദരന്മാരായ 112 പേരെയും തിരഞ്ഞെടുത്തു. ദാവീദ് പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാഥാരെയും, ഊരിയേൽ, അസായ, യോവേൽ, ശെമയാ, എലിയേൽ, അമ്മീനാദാബ് എന്നീ ലേവ്യരെയും വിളിപ്പിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാർ, നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവത്തിൻ്റെ പെട്ടകം ഞാൻ അതിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. മുമ്പ് നിങ്ങൾ അത് ചെയ്യായ്ക കൊണ്ട് നമ്മുടെ ദൈവമായ ദൈവം നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവനെ പ്രമാണപ്രകാരമല്ല അന്വേഷിച്ചത്. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ലേവ്യരുടെ പുത്രന്മാർ ദൈവത്തിൻ്റെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ ചുമന്നു. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. ലേവ്യർ യോവേലിൻ്റെ മകനായ ഹേമാനെയും അവൻ്റെ സഹോദരന്മാരിൽ ബെരേഖ്യായുടെ മകനായ ആസാഫിനെയും അവരുടെ സഹോദരന്മാരായ മെരാമ്യരിൽ കൂശായയുടെ മകനായ ഏദാനെയും അവരോടുകൂടി 2-ാം തരത്തിലെ തങ്ങളുടെ സഹോദരന്മാരായ സെഹര്യ, ബേൻ യാസിയേൽ, ഷെമീരാമോത്ത്, യെഹിയേൽ, ഉന്നി, ഏലിയാബ്, ബെനായ, മയസേയ, മത്തിഥ്യ, എലിഫേലേഹു, മിക്നേയ, ഓബേദ്, ഏദാം, യെനീയേൽ എന്നിവരെ വാതിൽ കാവൽക്കാരായും നിയമിച്ചു. സംഗീതക്കാരായ ഹേമാനും ആസാഫും ഏദാനും താമ്രം കൊണ്ടുള്ള കൈത്താളങ്ങളും, സഖര്യ, അസിയേൽ, ഷെമീരാമോത്ത്, യെഹിയേൽ, ഉന്നി, എലിയാബ്,
മയസേയ, ബെനായ എന്നിവർ വീണകളെയും ധ്വനിപ്പിപ്പാനും, മത്തീത്യ, എലീഫേലേഹു, മിക്നേയ, ഓബേദ് ഏദോം, എനീയേൽ, അസസ്യ എന്നിവർ കിന്നരം വായിക്കുവാനും നിയമിക്കപ്പെട്ടിരുന്നു. ദിവസവും അവർ 3-ാം മണി, 6-ാം മണി, 9-ാം മണി നേരങ്ങളിൽ സ്തുതിപ്പുകൾ അർപ്പിച്ചു. വാഹകന്മാരായ ലേവ്യരിൽ പ്രധാനിയായ ബെന്യാ പെട്ടകം വഹിക്കുന്നതിന് മേലധികാരിയായിരുന്നു. അവന് സ്ഥലം ക്രമീകരിച്ചിരുന്നു. ബ്രക്യായും എൽക്കാനയും പെട്ടകത്തിന് കാവൽക്കാരായിരുന്നു. ശെബന്യ, യോശാഫാത്ത്, നെഥനയേൽ, അമാസായി, സകരിയ, ബെനായ, എലെയാസാർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുന്നിൽ കാഹളം ഊതിയിരുന്നു. ഓബേദ് ഏദോമും യെഹീയായും പെട്ടകത്തിന് കാവൽക്കാരായിരുന്നു. ഇങ്ങനെ ദാവീദും ഇസ്രായേൽ മൂപ്പന്മാരും സഹസ്രാധിപന്മാരും ദൈവത്തിൻ്റെ നിയമപെട്ടകം ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി. ദൈവത്തിൻ്റെ നിയമപെട്ടകത്തിൻ്റെ വാഹകന്മാരായ ലേവ്യരെ ദൈവം സഹായിച്ചതിനാൽ അവർ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. ദാവീദും പെട്ടകവാഹകന്മാരായ ലേവ്യരും സംഗീതക്കാരും സംഗീതക്കാരോടുകൂടി വാഹക പ്രമാണിയായ ബെനന്നായും ചണം കൊണ്ടുള്ള അങ്കി ധരിച്ചു. ദാവീദ് ചണം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചു. അങ്ങനെ ഇസ്രായേൽ ആർപ്പോടും കാഹളനാദത്തോടും കിന്നരങ്ങളുടെയും കൈത്താളങ്ങളുടെയും ധ്വനിയോടുകൂടി കിന്നരവും വീണയും വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിയമപെട്ടകം കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ നിയമപെട്ടകം ദാവീദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ ശൗലിൻ്റെ മകളായ മിഖൾ ജനലിൽ കൂടി നോക്കി. ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ട് ഹൃദയത്തിൽ അവനെ പരിഹസിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.